ഹായ് ഹലോ വിശ്വനാഥ് ആൻഡ് സൺസ് വെങ്കി അഡ്ലൂരി സംവിധാനം ചെയ്ത് സൂര്യനായകനായ സിനിമ വിശ്വനാഥ് ആൻഡ് സൺസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിമിഷ് രവിയാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, നവീൻ നൂലി എഡിറ്റ് ചെയ്തിരിക്കുന്നു, ജി വി പ്രകാശ് മ്യൂസിക് ചെയ്തിരിക്കുന്നു. കുറേ കാസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ രാധിക ശരത് കുമാർ, അതുപോലെ തന്നെ കെ ജി എഫിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള രവീണ, നാസർ. പക്ഷേ എല്ലാത്തിനും ഉപരി സൂര്യയോടൊപ്പം സ്കോർ ചെയ്തിട്ടുള്ള കട്ടക്ക് പിടിച്ചിട്ടുള്ള നമ്മുടെ മലയാളത്തിലെ മമിത ബൈജു. അതിനെക്കുറിച്ച് പറയാം. അത് നമുക്ക് മലയാളത്തിൽ നിന്ന് ഒരാൾ പോയി അവിടെ സ്കോർ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതോടൊപ്പം തന്നെ മലയാളി സാന്നിധ്യമായിട്ട് നമ്മുടെ ക്യാമറാമാൻ നിമിഷ് രവിയും കൂടി ഉണ്ട്. അതൊരു മറ്റൊരു സന്തോഷം. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, സത്യത്തിൽ എനിക്ക് ഈ സിനിമ കാണാൻ പോകാനൊരു മടിയുണ്ടായിരുന്നു. കാരണം കുറേ പരിപാടികൾ മാറ്റി വെച്ചിട്ട് പോകണമല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷനോട് കൂടിയാണ് ഞാൻ സിനിമയ്ക്ക് ചെന്നത്. അങ്ങനെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത് കുറേ നാളുകളായിട്ട് പരാജയപ്പെട്ട സൂര്യ സിനിമകൾക്ക് ശേഷം, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കണ്ടടാ പഴയ സൂര്യയെ എന്ന് പറയുന്ന പോലെ ഒരു കിടിലനൊരു സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലവ്ഡ് ഇറ്റ് ആൻഡ് ഐ എൻജോയ് ഇറ്റ്. കാരണം ഒരു ഫീൽ ഗുഡ് ഡ്രാമ അല്ലെങ്കിൽ ഒരു ഫാമിലി ഡ്രാമ എന്ന ഘടകത്തിൽപ്പെടുത്താവുന്ന ഒരു ഗംഭീരമായ ഒരു ഭയങ്കര ഫീൽ ഗുഡോട് കൂടി ഒരു സിനിമ. അതങ്ങനെ പറയുമ്പോൾ അവർ സ്ക്രിപ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു പരിപാടികളുണ്ടല്ലോ, തമാശയാണെങ്കിലും ഇമോഷൻ ആണെങ്കിലും ആ ഇമോഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും അതൊക്കെ സ്ക്രിപ്റ്റിൽ അവർ ചെയ്തിട്ടുള്ളത് എല്ലാം വർക്കായിട്ടുണ്ട്. അവർ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കൃത്യമായിട്ട് വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തമാശയ്ക്ക് തമാശയും ഇമോഷനും എല്ലാം കൂടി ഇങ്ങനെ നല്ല പാക്ക്ഡ് ആയിട്ട് ഒരു ഫാമിലി ഫൺ ഡ്രാമ ഇമോഷണൽ ഫീൽ ഗുഡ് പരിപാടികളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം തോന്നൂലേ? അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് അങ്ങനത്തെ സൂര്യയുടെ സിനിമകൾ മിസ്സാവുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കറുപ്പ് പോലും എനിക്ക് അത്ര അങ്ങോട്ടെന്നല്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നല്ല ഒരു സൂര്യ സിനിമ കാണുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഗജിനിയുടെയൊക്കെ, കാരണം ഗജിനി അങ്ങനെ തോന്നാൻ കാരണം കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഗജിനിക്ക് ശേഷം ഒരു എന്താ പറയുക ലക്ഷറി ലൈഫ് കൊണ്ട് നടക്കുന്ന ഒരു നായകൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കര കോടീശ്വരനായിട്ടുള്ളൊരു നായകനെ കാണിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലാണെന്ന് തോന്നുന്നു. ഭയങ്കര കോടീശ്വരനായിട്ടുള്ള ഭയങ്കര ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യുന്നൊരു നായകനെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഭയങ്കര രസമായിട്ടാണ് അവർ ആ ക്യാരക്ടർ പോർട്രേ ചെയ്തേക്കുന്നത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് പോർട്രേ ചെയ്തേക്കുന്നത് എല്ലാം കിടിലനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും ടെക്നിക്കൽ വൈസും ആണെങ്കിലും എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് പെർഫോമൻസിൽ മമിത ബൈജു പൊള്ളിച്ചിട്ടുണ്ട്. കാരണം നമ്മളുടെ ഇവിടെ നിന്ന് ഒരാൾ ചെന്ന് അവിടെ സ്കോർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധനം, ചില സമയത്ത് അവരൊരു ഇതുണ്ട്, ഒരു എന്താ പറയുക, അധികം മെച്ചുവേർഡ് അല്ലാത്ത ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു ക്യാരക്ടറാണ് മമിതയുടെ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ കുറച്ച് ഒരു തലതെറിച്ച് നടക്കുന്ന ഒരു എന്താ ഒരു വൈബായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഇതുമൊക്കെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് അവരുടെ എക്സ്പ്രഷൻ ആയിക്കോട്ടെ, അത് ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് ചിരിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് ഇമോഷൻ സീൻസൊക്കെ ഉണ്ട്. അതിലൊക്കെ അവർ വേറെ രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഗംഭീര ആർട്ടിസ്റ്റാണ് കേട്ടോ മമിത ബൈജു. ഒരുപാട് ക്യാരക്ടർ എനിക്ക് തോന്നുന്നു തമിഴിൽ അവരെ തേടി വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് ശേഷം. അതുപോലെ തന്നെ രാധിക ശരത് കുമാർ, അവർ ഒരു ടിപ്പിക്കൽ അമ്മ വേഷങ്ങൾ അവർ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ അതുപോലെയുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്, പക്ഷെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നല്ല രസമായിട്ട്, കാരണം ആ ക്യാരക്ടറിൻ്റെ ഇമോഷനും ആ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസും അത്രയും ഉണ്ട് സിനിമയിൽ. പിന്നെ സൂര്യ അറിയാലോ, അയാളുടെ എനിക്ക് തോന്നുന്നു സൂര്യയുടെ ഒരു സേഫ് സോൺ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ക്യാരക്ടർ ഇതിനു മുമ്പൊക്കെ സൂര്യ ചെയ്തു, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഗജിനിയിലൊക്കെ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ മറ്റേ ലക്ഷറി ലൈഫ് നായകനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റേതല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഒരു സേഫ് സോൺ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എക്സ്പ്രഷൻ ആണെങ്കിലും ചെറിയ ചിരിയുടെ സാധനങ്ങളാണെങ്കിലും, പിന്നെ ഫാൻസിന് വേണ്ടിയിട്ട് 2 ഫൈറ്റൊക്കെ അത് ഇത്തിരി ഫോഴ്സ്ഫുള്ളായിട്ടൊക്കെ എനിക്ക് തോന്നി. പക്ഷെ എന്നാലും അതൊരു സിനിമക്ക് അനുയോജ്യമായിട്ട് കൂട്ടാം, അത് അവിടെ പോട്ട് ചെയ്ത് വെക്കാം. ഇത്തിരി ഫോഴ്സ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്, പക്ഷേ ഫാൻസിന് വേണ്ടി അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും, പിന്നെ രവീണ കെ ജി എഫിലെ അവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നാസർ ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പേരറിയാത്ത കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ജി വി പ്രകാശിൻ്റെയാണ്. മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ഡീസൻറ്റ് വർക്ക് എന്ന് പറയില്ലേ, അത് ഒരു മാസ് സീനിൽ, ഒരു ഫൈറ്റ് സീക്വൻസിൽ ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു ഇംഗ്ലീഷ് സോങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്.
കിടിലനായിരുന്നു. അതൊരു ടോട്ടലി നോക്കുമ്പോൾ നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്കായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ജോണറിൽ അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു സോങ് ഓക്കെ ആയിരുന്നു. ബാക്കിയൊക്കെ എനിക്കൊരു ആവറേജ് പരിപാടിയായിട്ടാണ് തോന്നിയത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിട്ട് ജി.വി പ്രകാശ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ക്യാമറ, നിമിഷ് റവി പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ടോണും പരിപാടികളും എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈഡായിട്ട് വെക്കുന്ന സമയത്തൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ലക്ഷറി ലൈഫ് ആസ്വദിക്കുന്ന ഒരു നായകനും കുടുംബവും അങ്ങനെ ഒരു പശ്ചാത്തലമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസാണ് സിനിമയിൽ ഉടനീളം. അത് ആ സിനിമയുടെ ഒരു ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടേ ഭയങ്കര റിച്ചാണ്. കാരണം അത്രയും കോടീശ്വരനായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് നായകനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസൊക്കെ പകർത്തുക. വിദേശത്ത് കുറേ ഷോട്ട്സുകളുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് നിമിഷ് രവി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കളർ ടോൺ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നവീൻ നൂലി. അത് കളർ ടോൺ ഞാൻ പറഞ്ഞല്ലോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലൈമാക്സിലോട്ട് അടുക്കപ്പിടിച്ച് വരുമ്പോൾ ഒരു സ്ട്രീറ്റിലെ സമയത്ത് ഈ ലക്ഷറി ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പരിപാടിയാണ്. സ്ട്രീറ്റ് പരിപാടിയാണല്ലോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക ലൈറ്റ് ടോണും അതിൻ്റെ ഒരു എഡിറ്റിങ്ങിൽ കൊണ്ടുവരേണ്ട ഒരു ഒരു എന്താ പറയുക ലൈറ്റിൻ്റെ ഷെയ്ഡും പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അത് പെർഫോമൻസ് വൈസും ടെക്നിക്കൽ വൈസും നമ്മളിങ്ങനെ ഇങ്ങനെ ഒരേ തട്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതായിരിക്കും ഈ സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ദശരഥത്തിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ സ്പോയിലർ അല്ലാതെ നമ്മുടെ ദശരഥം എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ ലാലേട്ടൻ ഒരു കുട്ടിയെ വേണം എന്നുള്ള രീതിയിൽ അവർ സ്പാമൊക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ടൊരു ട്രീറ്റ്മെൻറ്റിലൂടെ കുട്ടിയെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ ഒരു പരിപാടിയാണ് ഇതിലെയും നായകന് ഉള്ളത്. എന്താ പറയുക, സൂര്യക്കുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന നായിക മമിതയുടെ ഒരു ക്യാരക്ടർ. അങ്ങനെയാണ് കഥ പോകുന്നത്. രസമായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു ഭയങ്കര ഫീൽ ഗുഡ് നന്മമരം സിനിമയാണ്. അത് നല്ല രസമായിട്ട് അവർ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ പോർട്രേറ്റ് ആയിക്കോട്ടെ, സ്കെയിലിൽ എക്സിക്യൂട്ട് ചെയ്തതായിക്കോട്ടെ, എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമയിൽ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സെക്സുമായി ബന്ധപ്പെട്ട് ഒരു തമാശ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിൻ്റെ ഉള്ളിൽ അധികമാരും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയില്ല. അതൊരു ഭയങ്കര പൊട്ടിച്ചിരി ഉളവാക്കുന്ന ഒരു സീനായിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമയിലെ ഏറ്റവും അധികം കോമഡി ആയിട്ട് വർക്കായിട്ടുള്ള ഒരു സീനാണ് അതാണ്. അതിൽ അവർ ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, സെക്സുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഇടയിലുള്ള ഒരു റിയാക്ഷനും അവരുടെ ഒരു മനോഭാവത്തിനെ കുറിച്ചൊക്കെ അതിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് അവരത് എഴുത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ഒരുപാട് വൾഗറാക്കാതെ അവരത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയി കഴിഞ്ഞാൽ അയ്യേ ഇതെന്തെന്ന് തോന്നും. കാരണം പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ സെക്സിനോട് ആളുകൾക്ക് ഒരു എന്താ പറയുക ഭയങ്കര ഒരു മറച്ചു വെക്കപ്പെടുന്ന ഒരു സാധനമായിട്ടാണ് ആളുകൾ എപ്പോഴും, അതങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം അതിനെ ആളുകളുടെ മനോഭാവത്തിനെ ഒരു എന്താ പറയുക ഹനിക്കുന്ന ഒരു പരിപാടിയായിട്ട് അവർ ഒരു പക്ഷേ ആയേക്കാമായിരുന്നു. അപ്പോൾ അവർ ഗംഭീരമായിട്ട് അത് എഴുത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് രസമായിട്ട് ഒരു സ്ക്രീനിലും കാണിച്ചിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയാൽ ഈ പറയുന്ന അയ്യേ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ തോന്നിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കൂടി ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്.